Listen, I can tell you a powerful sentence. Walk alone. What does that mean by walk alone? നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടാവില്ല എല്ലാവർക്കും നോക്കുകയാണെങ്കിൽ. ആ ഗ്യാങ് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. ഒരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ നമ്മൾ ഗ്യാങ്ങിൽ ഒരു 5 പേര് നെഗറ്റീവായിട്ടുള്ള ഒരാളാണ്. ആ ഗ്യാങ്ങിലേക്ക് നമ്മൾ പോയി ചേർന്നു, 6ാമത്തെ ആൾ. ഓബിയസ്ലി 6ാമത്തെ നെഗറ്റീവായ ആരായി? നമ്മളായി. അപ്പോൾ നിങ്ങൾ ഗ്യാങ് ചൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണോ, അല്ലെങ്കിൽ അത് തീരെ ഒക്കാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ തീരെ മാച്ച് ചെയ്യാത്ത സ്ഥലത്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക. വാക്ക് അലോൺ, മൂവ് അവേ. അല്ലെങ്കിൽ നല്ലൊരു ഗ്യാങ് കിട്ടിയെന്ന് കരുതുക, അതിൽ തന്നെ നിങ്ങൾ പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോമൺ ആയിട്ട് സംഭവിക്കുന്നത് 5 പേർ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ ഞാൻ 6ാമത്തെ ഞാനും അതന്നെ പോയി ചെയ്യാം. അതിലുപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്തിനാണ്, വാട്ട് വി എയിം ഫോർ, വാട്ട് ഈസ് അവർ ഗോൾസ്, അതുപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ച് അതിന് എതിരായി നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതെ നമുക്ക് വേണ്ട സമയം എത്തുമ്പോൾ വാക്ക് അലോൺ നമ്മൾ അവിടുന്ന് മൂവ് ആവുകയെന്ന്. നമ്മൾ ചില ആഗ്രഹങ്ങൾ വെച്ച് നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും സമയം. അപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിൽ നമ്മൾ വിട്ടു നിൽക്കേണ്ടി വരും. ഓബിയസ്ലി അത് ആരും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരും ഒഴിവാക്കുന്നതോ ഒന്നുമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓബിയസ്ലി എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നതോടൊപ്പം നമ്മൾ വാക്ക് അലോൺ ചെയ്യേണ്ട സമയത്ത് ഒറ്റയ്ക്ക് നടക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ വഴിയിലേക്ക് പോകുമ്പോൾ ചില സമയം എതിർപ്പുകൾ ഉണ്ടാവും. ഒരാൾ പറയും ഞാൻ അങ്ങോട്ട് പോകാം, അപ്പം നമ്മൾക്ക് ഇങ്ങോട്ട് പോകേണ്ട ആളാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോകാതെ നമ്മളെ ഗോളിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത് പലപ്പോഴും തിരിച്ചറിവുണ്ടാകുന്നത് ഒരു 5-6 വർഷം കഴിഞ്ഞാൽ, ഒരു 18-17 ആകുമ്പോൾ നമ്മൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. ചങ്ങായിമാർ, ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എല്ലാം ഓക്കെ. ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, പഠനമില്ല, ഡിഗ്രിക്ക് തോറ്റു, കയ്യിലാണെങ്കിൽ കാശില്ല, ഒരു പണിക്കും പോയിട്ടില്ല. എന്താ കളിച്ചത്? ഒരു 5 വർഷം കളിച്ച് നടന്നു. അപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ മനസ്സിലാകുന്നത് 90s കിഡ്സിലാണെങ്കിലും 2000 കിഡ്സിനും കൂടി ബാധകമാകുന്ന കാര്യങ്ങളാണ് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ.